ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ആസി ഹെലികോപ്റ്റർ കൊണ്ടാണ്. കാരണം ഇന്ന് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടപ്പോൾ അത് മനസ്സിലായി കാണും. ഇന്ന് നമ്മൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നൊക്കെയാണ്. അപ്പോൾ നമുക്കിനി നേരെ അതിൻ്റെ അൺബോക്സിലോട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി ഇതിൻ്റെ അൺബോക്സ് വീഡിയോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിനി നേരെ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഭയങ്കര ത്രില്ലാണ്. അപ്പോൾ നമുക്കിനി നേരെ കത്തിരി എടുത്തിട്ട് നമുക്ക് വെട്ടി തുടങ്ങാം. ഇങ്ങനെയാണ് വെട്ടുന്നത് നമ്മൾ. ഇപ്പോൾ നമ്മൾ വെട്ടി തീരാറായി. ഈ സൈഡും കൂടെ വെട്ടി അത് തീർന്നു. ഇനി നമ്മൾ തുറക്കമുള്ള പ്രോസസ്സിലാണ്. നമുക്കിനി തുറക്കാം. ഇത് നമുക്കിനി തുറക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സീഡ് ഹെലികോപ്റ്റർ റിമോട്ട് കൺട്രോൾ. നമ്പർ എന്ന് വെച്ചാൽ നമ്പർ LH-1802 എന്നാണ് എൻ്റെ മോഡൽ നമ്പർ. പിന്നെ എൻ്റെ കമ്പനിയുടെ പേര് എക്സീഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ സെലോ ടാപ്പ് ഒന്ന് വെട്ടിക്കളയാം. സെലോ ടാപ്പ് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കി തുറക്കാൻ പറ്റുമല്ലോ. നമുക്ക് കളയാം. ഇതാ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ റിമോട്ട് കൺട്രോൾ. അപ്പോൾ നമുക്കിനി ഓരോ കാര്യമായിട്ട് എടുത്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം റിമോട്ട് കൺട്രോൾ ചാർജ് ചെയ്യുന്ന കേബിളാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിമോട്ട് കൺട്രോൾ ചാർജ് ചെയ്യേണ്ട കേബിൾ. അതെന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ തരുന്ന ഡേറ്റ കേബിൾ കുത്തുന്ന സാധനമില്ലേ, അതിൽ കുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചാർജ് ചെയ്യാം. ഇതാണ് നമ്മൾ റിമോട്ടാണ്. ഇത് കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ടാണ്. ഇത് തുറന്നു നോക്കിയപ്പോൾ ബാറ്ററി ഇല്ല. അപ്പം നമുക്കിനി ബാറ്ററി വാങ്ങിച്ചോണ്ട് നമ്മൾ ബാറ്ററി വാങ്ങിച്ചു. പവർ സെല്ലിൻ്റെ ബാറ്ററിയാണ്. അപ്പം നമുക്കിനി നേരെ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുക്കുകയാണ്. ഒരു ബാറ്ററി ഇട്ടു. രണ്ടാമത്തെ ബാറ്ററി ഇട്ട് കഴിഞ്ഞു. ഇതാ നമ്മളെ ബാറ്ററി ബോക്സ് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ റിമോട്ട് കൺട്രോൾ ഒരു ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇൻഡിക്കേഷനാണ്, അത് വർക്കായെന്നുള്ള ഇൻഡിക്കേഷനാണ്. ഓക്കെ, അവിടെ ഞാൻ കൈകൊണ്ട് ചെയ്യുന്ന അവിടെയാണ് അതിൻ്റെ വർക്കിംഗ് ഓൺ ഓഫ് ബട്ടൺ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ നമ്മളെ മെയിൻ തിങ്ങിലോട്ട് പോകാം. നമ്മൾ ഹെലികോപ്റ്റർ RC ഹെലികോപ്റ്റർ ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തിരുന്നത്. കാരണം സൂപ്പർ സാധനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതുകൊണ്ട് റൗണ്ട് സാധനമാണ് അതിൻ്റെ സെൻസർ. പിന്നെ നമുക്ക് കൈ ചൂണ്ടി കാണിച്ചു തന്നെയാണ് ഞാൻ. അതിൻ്റെ ചാർജ് ചെയ്യാനുള്ള സ്ഥലമാണ്. അത് ഓൺ ചെയ്യാനുള്ള ബട്ടൺ ചാർജ് ചെയ്യണതിൻ്റെ ഇപ്പുറത്തായിട്ടുണ്ട്. അത് ഓൺ ചെയ്തപ്പോൾ നമുക്ക് ഈ ലൈറ്റ് കാണാൻ സാധിച്ചത്. ഓൺ ചെയ്തപ്പോൾ തന്നെ അത് ഫുള്ള് സ്റ്റാർട്ടായി. നല്ല രസമുണ്ടല്ലേ. അത് നമുക്കിനി അതവിടെ വയ്ക്കാം. റിമോട്ട് കൺട്രോൾ വെച്ചു. ഇനി ചാർജ് വെച്ചു. അപ്പം നമുക്ക് ഇനി നേരെ വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റിനോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി ടെസ്റ്റിലോട്ട് കിടക്കണം. നമുക്കിനി താഴെ അതുകൊണ്ട് കാണുന്ന വിലയിൽ പോയാൽ നമുക്ക് ടെസ്റ്റ് അടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സേ, അപ്പോൾ നമ്മളൊന്ന് ഇവിടെ നിന്നാണ് പറപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പറപ്പിക്കുന്നതിലേക്ക് പോവാം. വീഡിയോ പിടിക്കോ? കട്ട് ചെയ്തിട്ടില്ല വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മോളിൽ നിന്ന് നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത കാർഡ്ബോർഡ് ഷീറ്റാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ടെസ്റ്റ് അടിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം.
സെക്കൻഡ് അറ്റംപ്റ്റ് നോക്കാം. ഓക്കെ, third attempt. നമ്മളിനി നമ്മുടെ ഫോർത്ത് അറ്റംപ്റ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനോട് പോവാം. അപ്പോൾ കണ്ടില്ലേ, സൂപ്പറാണ്. നമ്മളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിന് 448 രൂപയുടെ വിലയാവും. അപ്പോൾ കൊണ്ടുവരാൻ സാധ്യതയും കൊണ്ട് 500 ഇത്ര രൂപ. കാരണം ഇതിൽ ഡെലിവറി ചാർജ് എന്ന് വെച്ചാൽ 58 രൂപയാണ്. അപ്പോൾ നമുക്ക് പ്രൈസ് എന്ന് വെച്ചാൽ 448 രൂപയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. റിമോട്ട് കൺട്രോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇതിപ്പം കൊച്ചു കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. പക്ഷേ എൻ്റെ അനിയനായിട്ടുള്ളവർക്കും പിന്നെ കൊച്ചു കുട്ടികളുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റും, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്തായാവോ, ഇത് സ്റ്റാർട്ട്, ഇത് അപ്പ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇത് ഓഫാക്കിയാൽ ഓഫാവും, ഓണാവും. ഇത് സ്റ്റാർട്ട് ചെയ്യും. ഇത് സ്റ്റാർട്ടാകുമ്പോൾ സ്റ്റാർട്ടാവുമേ. അതുകൊണ്ട് നമ്മൾ ഈ അപ്പ് ബട്ടൺ അമർത്താൻ വേണ്ടി നേരത്തെ അപ്പ് പോയത്. ഈ അപ്പ് ബട്ടൺ അമർത്താൻ മാത്രമാണ് ഇതിൻ്റെ സൗണ്ട് ഇത്തിരി കൂടണം. ഓക്കെ കേട്ടോ, സ്റ്റാർട്ട് അമർത്തുമ്പം രണ്ടാമത്തെ വട്ടം സ്റ്റാർട്ട്. അപ്പോൾ അതിപ്പോൾ നിൽക്കുമ്പോൾ അങ്ങനെ ആവും. അപ്പ് കൊടുക്കുമ്പോൾ മാത്രമേ പ്രഷർ കൊടുത്തുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് രണ്ടാമത്തെ വട്ടം അമർത്തുമ്പം സ്റ്റോപ്പിൻ്റെ അർത്ഥമാണ്. ഓക്കെ, അത് സ്റ്റാർട്ട് അമർത്തുമ്പോൾ കണ്ടോ, 2 വട്ടം സ്റ്റാർട്ട് അമർത്തുമ്പോൾ സ്റ്റോപ്പായി. ഓക്കെ, അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുമായിരിക്കും. ഇറ്റ്സ് മീ നവീൻ നായർ സൈനിങ് ഔട്ട്.